Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയാസ് കോളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. കരിവള്ളൂരിൽ വിവാഹ ദിവസം നവവധുവിന്റെ മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ 6ാം ദിവസത്തിൽ തിരിച്ചെത്തിയ സംഭവത്തിൽ ബന്ധുവായ യുവതിയെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന്റെ സൂക്ഷ്മ നിരീക്ഷണം. പോലീസിന്റെ സംശയം വരന്റെ ബന്ധുവായ യുവതിയിലേക്ക് നീണ്ടപ്പോൾ പ്രതിയിലുണ്ടായ അസ്വസ്ഥതയാണ് കൂത്തുപറമ്പ് വേങ്ങാട്ടെ AK വിപിനയെ പിടികൂടി അറസ്റ്റ് ചെയ്യാനിടയാക്കിയത്. കഴിഞ്ഞ 1-ാം തീയതിയാണ് കരിവള്ളൂർ പലേരിയിലെ AK അർജുനന്റെ ഭാര്യ അർച്ചന സുദ്ധിയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. വിവാഹ ദിവസം വൈകുന്നേരത്തോടെയാണ് സ്വർണ്ണാഭരണങ്ങൾ വിപിനി കൈക്കലാക്കിയത്. വൈകുന്നേരം കൂത്തുപറമ്പിലേക്ക് തിരിച്ചു പോയെന്ന് പറഞ്ഞ പ്രതി രാത്രി 9ഓടെയാണ് ഭർത്താവിനും മകനുമൊപ്പം മടങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തി. കൂടാതെ കേക്ക് മുറി നടക്കുമ്പോൾ വിപിനി അക്കൂട്ടത്തിലുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയതോടെയാണ് സംശയമുന ഇവരിലേക്ക് നീണ്ടത്. ജ്വല്ലറി ബോക്സിൽ നിന്ന് ലഭിച്ച വിരലടയാളങ്ങൾ പരിശോധിക്കുന്നതിനായി പോലീസ് വിളിച്ചപ്പോൾ ഇവരിലുണ്ടായ പരിഭ്രമവും പോലീസ് തിരിച്ചറിഞ്ഞു. ഇതിനുശേഷം മെയ് 5-നാണ് സ്വർണ്ണാഭരണങ്ങൾ എടുത്ത വിവരം ഇവർ ഭർത്താവിനെ ധരിപ്പിച്ചത്. അവ ഉടൻ തിരിച്ചേൽപ്പിക്കണമെന്ന് ഭർത്താവും മകനും പറഞ്ഞതോടെ യുവതിയുടെ അസ്വസ്ഥത വർദ്ധിച്ചു. ഇതേ തുടർന്ന് മെയ് 6-ന് അർദ്ധരാത്രി ഭർത്താവും മകനും ചേർന്നാണ് ബൈക്കിലെത്തി വരന്റെ വീടിന് സമീപത്ത് സ്വർണ്ണാഭരണങ്ങൾ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതെന്ന് അറിയുന്നു. ഇതിനിടയിലാണ് കേസന്വേഷണ ചുമതലയുള്ള SI മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൂത്തുപറമ്പിലെ വീട്ടിലെത്തി വിപിനിയെ ചോദ്യം ചെയ്തത്. രക്ഷപ്പെടാനാവില്ലെന്ന് ബോധ്യമായതോടെ ഇവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു. വധൂവരന്മാരുടെ മുറിയിലാണ് പ്രതിയുടെ കുടുംബത്തിന്റെ ബാഗും മറ്റും സൂക്ഷിച്ചിരുന്നത്. ചടങ്ങിന്റെ ഭാഗമായി കേക്ക് മുറിക്കാനായി വധു താഴേക്ക് പോയപ്പോഴാണ് മുകൾ നിലയിലുണ്ടായിരുന്ന താൻ സ്വർണ്ണാഭരണങ്ങൾ കണ്ടതെന്നും ഏതോ ദുർബല നിമിഷത്തിൽ അതെടുക്കുകയായിരുന്നുവെന്നും പ്രതി പോലീസിനോട് സമ്മതിച്ചു. കൂട്ടത്തിൽ വർഷങ്ങൾക്ക് മുൻപൊരു മരണവീട്ടിൽ നിന്നും വളമോഷ്ടിച്ച വിവരവും യുവതി പോലീസിനോട് സമ്മതിച്ചതായി അറിയുന്നു. SI P യദുകൃഷ്ണൻ, സ്പെഷ്യൽ ബ്രാഞ്ച് SI KV മനോജ്, K രാഗേഷ്, AG ജബ്ബാർ, K പ്രമോദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പയ്യന്നൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ വിപിനിയെ റിമാൻഡ് ചെയ്ത് കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വ്യത്യസ്ത ഭവന പദ്ധതികളിൽ നിർമ്മാണം ആരംഭിച്ച് പാതി വഴിയിൽ നിർത്തേണ്ടി വന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ നിരവധി വീടുകൾ പൂർത്തീകരിക്കാൻ സഹായം നൽകി സൽസാർ ചാരിറ്റബിൾ ട്രസ്റ്റ്. വിവിധ ഘട്ടത്തിലുള്ള വീടുകളുടെ പൂർത്തീകരണം യാഥാർത്ഥ്യമാക്കാൻ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവയുടെ ഇടപെടലിലാണ് സഹായ വിതരണം നടന്നത്. PMAY പദ്ധതിയിലും ലൈഫ് ഭവന പദ്ധതിയിലും വീട് നിർമ്മാണം ആരംഭിച്ച് വർഷങ്ങളായി പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടുന്ന 11 വീടുകൾ പൂർത്തീകരിക്കാനുള്ള സഹായമാണ് ജനപ്രതിനിധിയുടെ ഇടപെടലിൽ നൽകിയത്. കിടപ്പാടം പൂർത്തീകരിക്കാനാവാതെയും വാടക വീടുകളിലും കുടിലുകളിലും കഴിഞ്ഞുകൂടുന്ന കുടുംബങ്ങൾക്ക് മഴയ്ക്ക് മുൻപ് താമസ സൗകര്യം ഏർപ്പെടുത്തുന്ന തരത്തിലാണ് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള നീക്കം നടക്കുന്നത്. തേപ്പ്, നിലം ടൈൽ പാകൽ, ടോയ്ലറ്റുകളുടെ നിർമ്മാണം, വാതിലുകളും ജനലുകളും, വയറിംഗ് തുടങ്ങിയ പ്രവൃത്തികൾക്കാണ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൻസാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ധനസഹായം നൽകുന്നത്. ട്രസ്റ്റിന്റെ പ്രതിനിധികൾ പണി പൂർത്തീകരിക്കാത്ത വീടുകളിൽ ചെന്ന് അവരുടെ സാമ്പത്തിക നില കൂടി മനസ്സിലാക്കിയാണ് ബാക്കി പണികൾ തീർക്കുവാൻ വേണ്ടിവരുന്ന എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. 11 വീടുകൾക്കായി 15 ലക്ഷം രൂപയാണ് നൽകുന്നത്. ശരാശരി 1 മുതൽ 1.5 ലക്ഷം രൂപ വരെ വിവിധ കുടുംബങ്ങൾക്ക് വീട് പൂർത്തീകരണത്തിന് ലഭിക്കും. സഹായം അനുവദിച്ചുകൊണ്ടുള്ള കത്ത് തൃക്കരിപ്പൂർ ടൗൺ ഹാളിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവയ്ക്ക് ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയായ സഫ്വാൻ സലാഹുദ്ദീൻ കൈമാറി. യോഗത്തിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TS നജീബ്, C ചന്ദ്രമതി, VO രജിഷ, KV രാഘവൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് MTP അബ്ദുൽ കരീം, മജ്ലിസെ ഹസൻ, കൂട്ടായ്മ പ്രതിനിധികളായ M അബ്ദുൽ ഗഫൂർ, M മുഹമ്മദ് കുഞ്ഞി, M അബ്ദുൽ ഖാദർ, NP ഹാരിസ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായിപ്പാറയുടെ പൈതൃകം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മാടായിപ്പാറ സംരക്ഷണ സമിതി മാടായിപ്പാറയിൽ നടത്തുന്ന
പഞ്ചദിന സായാഹ്ന സത്യാഗ്രഹം 4ാം ദിവസം. സത്യാഗ്രഹം പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. മാടായിപ്പാറ ജൈവ വൈവിധ്യ കേന്ദ്രമായ ചരിത്ര പൈതൃക ഭൂമിയാണ്. ഇത് തനിമയോടെ വരും തലമുറയ്ക്ക് കൈമാറാനാണ് ഈ സത്യാഗ്രഹമെന്ന് ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് പറഞ്ഞു. മാടായിപ്പാറ സംരക്ഷണ സമിതി ചെയർമാൻ പി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഖലീൽ ചൊവ്വ പാറയിലെ അപൂർവ പക്ഷികളെക്കുറിച്ച് സംസാരിച്ചു. ചിറക്കൽ കോവിലകം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ വേണു, കല്യാശ്ശേരി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് SKP സക്കറിയ, KP ചന്ദ്രാംഗതൻ, രാജേഷ് പാലങ്ങാട്ട്, N നാരായണ പിടാരർ, മാടായി സഹകരണ ബാങ്ക് പ്രസിഡന്റ് VB കൃഷ്ണകുമാർ, VV സുരേഷ് കുമാർ, C ശിവദാസൻ, KV ചന്ദ്രൻ, P ശേഖരൻ, P അബ്ദുൽ ഖാദർ, TV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ഫോണും ടിവിയുമായി വീട്ടിനകത്ത് അവധിക്കാലം തളച്ചിടാതെ നാടിന് കളിക്കളം ഒരുക്കാൻ തന്നാലായത് ചെയ്യുകയാണ് ചെറുതാഴത്തെ ഒരു കൂട്ടം കുട്ടികൾ. EK നായനാർ സ്മാരക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ 3 കോടി രൂപയോളം ചെലവിൽ സ്ഥലം ഏറ്റെടുത്ത് മൾട്ടിപർപ്പസ് സ്പോർട്സ് റിഫ്രഷ്മെന്റ് സെന്റർ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. ചെറുതാഴം സെന്ററിലെ റോഡരികിൽ കൊച്ചു കൂട്ടുകാർ ചേർന്ന് ഒരു കട നടത്തുന്നുണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? ഈ കച്ചവടമൊക്കെ നന്നായി പോകുന്നുണ്ടോ? അതെ. ഈ വേനൽ അവധിക്കാലമാണ്. അപ്പോൾ ഇവര് ഈ മൊബൈലും ഫോണും ടിവിയും ഒക്കെ ഒന്ന് മാറ്റി വെച്ച് ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് ഇറങ്ങിയതായിരിക്കും എന്നാണ് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായത്. പക്ഷെ അവർക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? നമ്മളെ ഗ്രൗണ്ട് ആക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇതാക്കുന്നത്. അപ്പം ഗ്രൗണ്ട് ആക്കാൻ വേണ്ടി 1.5 കോടിയാണ് വേണ്ടി. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മളെ കുട്ടികളെ വക പറ്റുന്ന പിരിച്ചിട്ട് സംഭാവന കൊടുക്കുന്നത്. നമ്മൾ പല ചാലഞ്ച് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൊരു ചാലഞ്ചാണ് അതെ, 1.5 കോടി രൂപ ഉണ്ടാക്കണം. 1.5 കോടി രൂപ വേണം. അപ്പൊ അണ്ണാരക്കണ്ടന്മാരും തന്നാലായത് എന്നുള്ള പോലെയാണ് ഇവര് പല ചലഞ്ചിലൂടെ ഈ ഒരു പൈസ സമാഹരിക്കാൻ നോക്കുന്നത് അല്ലേ? നമ്മുടെ നാട്ടിലൊരു കളിസ്ഥലം, നമുക്ക് ഇവിടെ ഒരു കളിസ്ഥലമില്ല, സ്വന്തം ഒരു കളിസ്ഥലമില്ല. അപ്പോൾ പല ആൾക്കാരുടെ സ്ഥലത്തു നിന്നാണ് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിന് മുമ്പേ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഒരു കളിസ്ഥലം വേണമെന്നുള്ള ആഗ്രഹം മുമ്പേ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു, ഒരു സ്ഥലം വാങ്ങിച്ചു. അത് 1.5 കോടി രൂപ ചിലവ് വരും. അപ്പോൾ ഒരു ഫീസായിരുന്നു കൊടുക്കുന്നില്ല, മൊത്തമായിട്ട് എടുക്കണമെന്നുള്ള രീതിയിലാണ് സ്ഥലത്തിൻ്റെ ഉടമ പറഞ്ഞത്. അപ്പോൾ നമ്മളത് എടുക്കാൻ തീരുമാനിച്ചു. ഒരു ധൈര്യത്തിലങ്ങ് എടുക്കുന്നതാണ്. അപ്പോൾ ഈ സംഗതി നടക്കുന്ന വേഗം. അപ്പോൾ ഫുട്ബോൾ കോർട്ട് മാത്രമല്ല, പിന്നെ വോളിബോൾ, ഷട്ടിൽ കോർട്ട്, അതുപോലെ തന്നെ സ്പോർട്സ് സിറ്റി, അതിൻ്റെ പേരിലിട്ട് നമ്മൾ സ്പോർട്സ് സിറ്റി എന്നുള്ള പേരിനെ നമ്മൾ പിന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങൾക്ക് വൈകുന്നേരം നടക്കാനും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൂടി ഒരു വലിയൊരു പ്രൊജക്റ്റാണ്. വലിയൊരു സ്ഥലത്ത് കിട്ടുമ്പോൾ അങ്ങനെ ഒരു അതിനെ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പല ചാലഞ്ച് ഏറ്റെടുക്കുന്നുണ്ട്. ആക്രി ചാലഞ്ച്, അതുപോലെ ഇപ്പം പിന്നെ കല്യാണ വീടുകളിലൊക്കെ പിന്നെ സദ്യ വിളമ്പാൻ വേണ്ടി നമ്മളൊരു കാറ്ററിംഗ് ചാലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. യൂണിഫോമിലൊക്കെ നമ്മൾ ഇന്നിപ്പോൾ കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട്. ഇപ്പം നാളെ മുതിർന്നവർ, സ്ത്രീകളടക്കം നമ്മൾ നാട്ടിലൊരു കൂട്ടായ്മയായിട്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏത് ക്ലാസ്സിലാണ് എല്ലാവരും? 9ലേക്ക്, 7ലേക്ക്, 9ലേക്ക്, 4ലേക്ക്, 8ലേക്ക്. ആഹാ, മോനോ? 9ലേക്ക് പറഞ്ഞില്ലേ? 8ലേക്ക്. അപ്പൊ 8ലും 9ലും 4ലൊക്കെ പഠിക്കുന്ന കുഞ്ഞു കൂട്ടുകാരാണ് എല്ലാവർക്കും മാതൃകയായ ഒരു കാര്യം ചെയ്യുന്നത്. അവർക്കൊരു കളിസ്ഥലം വേണം. 1.5 കോടി എന്ന് പറയുന്ന ഭാരിച്ച തുകയാണ് വേണ്ടത്. അതിന് തന്നാൽ കഴിയുന്നത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ വേനലവധി മുഴുവനും അവർ അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം KN വർഷ. മാടായി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മാടായി മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. മാടായി മഹോത്സവം 13 ദിനം പിന്നിട്ടു. വിവിധ കലാ സാംസ്കാരിക പരിപാടികളാണ് ഈ ദിവസങ്ങളിൽ നടന്നു വന്നത്. പഴയങ്ങാടി പാളയം മൈതാനിയിൽ നടക്കുന്ന പരിപാടിയിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ ഉപഹാരം നൽകി. വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി, മോഹൻ കക്കുപ്രവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. രാജേശ്വരിപുരം നികേഷ് താവം, കമാൽ റഫീഖ്, PM ഷെരീഫ്, അരുൺ ശൈലേന്ദ്രൻ, M മധുസൂദനൻ നമ്പ്യാർ, അമീർ മാടായി, മീന സുബൈർ, AP ബദറുദ്ദീൻ, ജനാർദ്ദനൻ KP, നിനിത വെങ്ങര, മാണിക്യൻ മാടായി, BP ഉണ്ണികൃഷ്ണൻ, ജോൺസൺ വെങ്ങര, ഗോവിന്ദൻ മണ്ടൂർ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. തുടർന്ന് ആഷിമ മനോജ് നയിച്ച മാടായി വീണ്ടും പാടുന്നു, മാടായിയിലെ 50ഓളം ഗായകർ അണിനിരുന്ന സംഗീത പരിപാടിയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ഒരു കാലത്ത് വീടുകളുടെ പ്രൗഢിയുടെ പ്രതീകമായിരുന്നു പത്തായങ്ങൾ. കാർഷിക വൃത്തി അന്യം നിന്ന് പോയ പുതിയ കാലത്ത് ശേഖരിച്ച് സൂക്ഷിക്കാൻ ധാന്യങ്ങളില്ലാതെ വയറൊഴിഞ്ഞ് പത്തായങ്ങൾ. പുതുതലമുറയ്ക്ക് കൗതുക കാഴ്ചയാകാൻ പോലും ഇല്ലാതായി പത്തായങ്ങൾ അരങ്ങൊഴിഞ്ഞു കഴിഞ്ഞു. ഒരു കാലത്ത് വീടുകളുടെ പ്രൗഢിയുടെ പ്രതീകമായിരുന്നു പത്തായങ്ങൾ. ധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ വമ്പൻ സംഭരണി നെൽകൃഷിയും മറ്റും ചുരുങ്ങിയതോടെ അപ്രത്യക്ഷമാവുകയായിരുന്നു.
കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങളിലേക്ക് വഴിമാറിയതോടെ പത്തായങ്ങളുടെ നല്ല കാലത്തിന് പൂർണ്ണമായും അവസാനമായി. മണ്ണും ചാണകവും കരിയും കൂട്ടിമെഴുകിയവയായിരുന്നു അന്നത്തെ വീടുകളുടെ തറകൾ. ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഈ തറയിൽ ധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനാവുമായിരുന്നില്ല. ഇതിന് പരിഹാരമായിരുന്നു പത്തായങ്ങൾ. തേക്ക്, ഈട്ടി, പ്ലാവ്, ആഞ്ഞിലി തുടങ്ങിയ മരത്തടികളാണ് പത്തായം നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. ബലത്തിനും സുരക്ഷിതത്വത്തിനും പ്രാധാന്യം നൽകിയായിരുന്നു നിർമ്മാണം. വീടുകളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കട്ടിലിന്റെ ഉയരമുള്ളവ മുതൽ ഒരാൾ പൊക്കത്തിലുള്ളതുവരെയുള്ള പത്തായങ്ങൾ പോയ കാലത്ത് നിർമ്മിച്ചിരുന്നു. ഒന്നിലേറെ പത്തായങ്ങൾ സൂക്ഷിക്കുന്നതിന് ചിലയിടങ്ങളിൽ പത്തായപ്പുരകളും ഉണ്ടായി. ചില വലിയ വീടുകളിൽ നിർമ്മാണഘട്ടത്തിൽ തന്നെ പത്തായത്തിനായി പ്രത്യേകം മുറികൾ ഒരുക്കിയിരുന്നു. നെല്ല്, കുരുമുളക്, ആട്ടിയ വെളിച്ചെണ്ണ, വാഴക്കുല, ചേന തുടങ്ങിയവയെല്ലാം പത്തായത്തിൽ സൂക്ഷിച്ചിരുന്നു. പല വീടുകളിലും ഓട്ടുരുളി അടക്കമുള്ള വിലപിടിപ്പുള്ള പാത്രങ്ങളും പത്തായത്തിൽ സുരക്ഷിതമായിരുന്നു. പത്താഴം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ പ്രമാണിമാരുടെ അടുക്ക, ജമ്മിമാരുടെ അടുക്ക നെല്ലുകൾ സംഭരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലുള്ള പത്തായങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഉന്നത കുലജാതരുടെ അടുക്ക പിന്നീട് ഇത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വലിയ രൂപത്തിലുള്ള നെല്ല് സംഭരിച്ച് ശേഖരിക്കാൻ വേണ്ടി 100 പറ വരെ ശേഖരിക്കുന്ന പത്തായങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. തുണി വിരിച്ചും കിടക്കയിട്ടും കട്ടിലാക്കിയും പത്തായം രൂപങ്ങൾക്ക് വഴിമാറി. പത്തായത്തെ പട്ടിണിക്കിടരുത് എന്ന ചൊല്ല് അന്വർത്ഥമാക്കും വിധം എന്തെങ്കിലും കരുതി വെക്കാൻ പഴമുറക്കാർ ശ്രദ്ധിച്ചിരുന്നു. പുതുതലമുറയ്ക്ക് കൗതുക കാഴ്ചയൊരുക്കാൻ ഒറ്റപ്പെട്ട ചില വീട്ടകങ്ങളിൽ ഇപ്പോഴും വയറൊഴിഞ്ഞ പത്തായങ്ങളുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ലോക മാതൃദിനത്തിൽ തൃക്കരിപ്പൂർ ഈയക്കാട് സായി പ്രേമകുടീരത്തിലെ അമ്മമാരെ ഒരുമിച്ച് ചേർത്ത് പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ 1973 SSLC ഗോൾഡൻ ജൂബിലി ബാച്ച് അംഗങ്ങൾ. അമ്മമാർക്കൊപ്പം പാട്ടുപാടിയും മാജിക് അവതരിപ്പിച്ചും സദ്യയുണ്ടും ബാച്ചിലെ 40ഓളം പേരാണ് മാതൃദിനം നിറമുള്ളതാക്കിയത്. അമ്മമാർ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കളെ കാണപ്പെടുന്ന ദൈവങ്ങളായി കരുതണമെന്നും അവരെ പരിചരിക്കുക എന്നത് പുണ്യമാണെന്നുമുള്ള തിരിച്ചറിവിലാണ് 55 വയസ്സ് പിന്നിട്ടവർ ഉൾക്കൊള്ളുന്ന SSLC ഗോൾഡൻ ജൂബിലി ബാച്ച് അംഗങ്ങൾ മാതൃദിനത്തിനെത്തിയത്. അമ്മമാർക്ക് പുതുവസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഉപഹാരങ്ങൾ നൽകി. അമ്മമാരെ പരിചരിക്കുന്ന സായി പ്രേമകുടീരത്തിന്റെ ഭാരവാഹികൾക്ക് ബാച്ചിന്റെ ധനസഹായവും കൈമാറി. 10ാം തരം പരീക്ഷ കഴിഞ്ഞ് 50 വർഷം പിന്നിട്ടാണ് 2 വർഷം മുൻപ് ബാച്ച് രൂപീകരിച്ചത്. ഈയക്കാട് സായി പ്രേമകുടീരത്തിൽ നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാബ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് K പ്രേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, CH സെന്റർ ചെയർമാൻ ASC കുഞ്ഞബ്ദുള്ള ഹാജി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഡോക്ടർ R സതീഷ് കുമാർ, പഞ്ചായത്ത് അംഗം KV രാധ, സായി പ്രേമകുടീരം സെക്രട്ടറി K ജനാർദ്ദനൻ, SSLC ബാച്ച് സെക്രട്ടറി KP ജയദേവൻ, VP ഹരിദാസ് എന്നിവർ സംസാരിച്ചു. KBR കണ്ണൻ മാജിക് അവതരിപ്പിച്ചു. ME ശുഭലത ഗാനങ്ങൾ ആലപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുപ്രായത്തിൽ തന്നെ നൃത്തരംഗത്ത് കഴിവ് തെളിയിച്ച് അടുത്തലയിലെ 8ാം ക്ലാസ്സുകാരി തസ്മയ അജേഷ് കോഴിക്കോട് വെച്ച് നടന്ന സമന്വയ ഇന്റർനാഷണൽ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ ആൻഡ് കോമ്പറ്റീഷനിൽ പുരസ്കാരം സ്വന്തമാക്കി നാടിന് അഭിമാനമായി മാറുകയാണ് തസ്മയ. നൃത്തരംഗത്ത് ഇതിനകം നിരവധി സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടി ശ്രദ്ധേയയാവുകയാണ് തസ്മയ അജേഷ്. സ്കൂൾ കലോത്സവത്തിലും സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. നർത്തകി ആകണമെന്നത് അമ്മ രചനയുടെ ആഗ്രഹമായിരുന്നു. മകൾ തസ്മയയിലൂടെ അത് സാധിച്ചെടുക്കുമ്പോൾ ആനന്ദക്കണ്ണീരണിയുകയാണ് രചന. തസ്മയ ചെറുപ്പം തൊട്ടേ നൃത്തം അഭ്യസിക്കുന്നുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, നാടോടി നൃത്തം തുടങ്ങിയവയാണ് നിലവിൽ അഭ്യസിക്കുന്നത്. സ്കൂൾ കലോത്സവത്തിലും സമ്മാനങ്ങൾ നേടിയിട്ടുള്ള തസ്മയ ഇതിനോടകം വിവിധ വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. മെയ് 7 കോഴിക്കോട് വെച്ച് നൃത്ത സമന്വയം കലാഗ്രഹം സംഘടിപ്പിച്ച സമന്വയ ഇന്റർനാഷണൽ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ ആൻഡ് കോമ്പറ്റീഷനിൽ ഭരതനാട്യം, ഗ്രൂപ്പ് ഡാൻസ്, നാടോടി നൃത്തം, സെമി ക്ലാസിക്കൽ എന്നിവയിലാണ് മത്സരിച്ചത്. ഭരതനാട്യത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച തസ്മയ്ക്ക് പുരസ്കാരവും ലഭിച്ചു. അതിന്റെ സന്തോഷത്തിലാണ് തസ്മയും അമ്മയും. 5ാം ക്ലാസ് തൊട്ടിട്ട് മോള് ഡാൻസ് പഠിക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് കൂടെ പോയി എല്ലാത്തിനും കൂടെ പോകുന്നതും എല്ലാത്തും കൊണ്ടുപോകുന്നതും ഞാൻ തന്നെ. ഇപ്പം 3 വർഷമായി ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ മത്സരത്തിൽ പങ്കെടുക്കുന്നു. 2 വർഷം ഫസ്റ്റും സെക്കൻഡും എല്ലാം നേടിയിട്ടുണ്ട്. ഇപ്രാവശ്യം പുരസ്കാരമാണ് കിട്ടിയത്. അതിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. PK ഐശ്വര്യ, പ്രസാദ് ഭാസ്കര, ബിന്ദു മാരാർ തുടങ്ങിയവരാണ് ഗുരുക്കന്മാർ. ചെറുതാഴം സ്കൂൾ വിദ്യാർത്ഥിനിയായ തസ്മയ ഇനി 9ാം ക്ലാസ്സിലേക്കാണ്. പഠനവും നൃത്തവും ഒരുപോലെ കൊണ്ടുപോകാനാണ് ഈ കലാകാരിയുടെ ആഗ്രഹം. ഇതിനോടകം തന്നെ നിരവധി അംഗീകാരങ്ങളും അനുമോദനങ്ങളും സ്വന്തമാക്കിയ തസ്മയ്ക്ക് കലാമണ്ഡലത്തിൽ ചേർന്ന് പഠിക്കണമെന്നും അറിയപ്പെടുന്ന നർത്തകി ആകണം എന്നുമൊക്കെയാണ് ആഗ്രഹം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
കോറോം അച്ചാച്ചവീട് കല്ലിടിൽ കണ്ണപ്പൊതുവാളിന്റെ തലമുറകളുടെ കുടുംബസംഗമം കോറോം സുബ്രഹ്മണ്യ കോവിൽ പരിസരത്ത് നടന്നു. ജില്ലാ ജഡ്ജ് സി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചിരപുരാതനമായ കോറോം ശ്രീ സുബ്രഹ്മണ്യം കോവിലിന്റെ സ്ഥാപകനും കൈകാര്യകർത്താവും കർമ്മിയുമായിരുന്ന കല്ലിടിൽ കണ്ണപ്പൊതുവാൾ പൂജാരിയുടെ സന്തതി പരമ്പരകളുടെ കുടുംബസംഗമം വിവിധ പരിപാടികളോടെ കോവിൽ പരിസരത്ത് നടന്നു. ജില്ലാ ജഡ്ജി സി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കോറോത്ത് രാഷ്ട്രീയമായ സമ്പന്നതയുള്ള ഒരു ഗ്രാമം, അതേപോലെ തന്നെ ആത്മീയമായ ഏറെ സമ്പന്നതകൾ സമ്മാനിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളും അതുപോലെ കോവിലുകളും ഉള്ള ഒരു ഗ്രാമം. കെ ഉഷാദേവി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് മുതിർന്ന കുടുംബാംഗങ്ങളെ ആദരിച്ചു. നഗരസഭാ കൗൺസിലർ കെ വി ഭവാനി ഉപഹാര സമർപ്പണം നടത്തി. പി വി കുഞ്ഞിക്കണ്ണൻ, എൻ വി കുഞ്ഞിരാമൻ, പി കുഞ്ഞിരാമൻ, പനക്കീൽ ബാലകൃഷ്ണൻ, വി വി സുകുമാരൻ, ഷീബ പി, കെ രാജൻ, കെ പ്രകാശൻ, കെ രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കല്യാശ്ശേരി സോക്കർ ലീഗ് മത്സരം മെയ് അവസാന വാരം പഴയങ്ങാടിയിൽ നടക്കും. സംഘാടക സമിതി യോഗം എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ ഭാഗമായി കളിക്കളങ്ങൾ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെ കല്യാശ്ശേരി മണ്ഡലത്തിൽ കല്യാശ്ശേരി സോക്കർ ലീഗ് എന്ന പേരിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ്. കല്യാശ്ശേരി മണ്ഡലത്തിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മെയ് അവസാന വാരം പഴയങ്ങാടിയിൽ വെച്ച് ടൂർണമെന്റ് സംഘടിപ്പിക്കും. ജനകീയ കൂട്ടായ്മയിൽ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിന്റെ വിജയകരമായ നടത്തിപ്പിനു വേണ്ടി 250 പേരടങ്ങുന്ന സംഘാടക സമിതി രൂപീകരിച്ചു. ഏരിപുരം മാടായി ബാങ്ക് PCC ഹാളിൽ എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് ഏതായാലും ആവേശം കലാത്ത വിധത്തിലുള്ള ടൂർണമെൻ്റ് ആയിട്ട് നമുക്ക് ടൂർണമെൻറ്റിനെ മാറ്റാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ താരങ്ങളെ സെലക്ട് ചെയ്യുന്നത്. കാരണം കളി ഒന്നിനൊന്നും മികച്ചതാവണം. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് ടീമുകൾ കൂടി നടത്തിയാൽ നമുക്ക് ഒരു ആവേശകരമായ ഒരു ടൂർണമെൻ്റ് ആയിട്ട് നമുക്ക് ടൂർണമെൻറ്റിനെ മാറ്റാൻ വേണ്ടി പറ്റും. PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. K പത്മനാഭൻ, CP ഷിജു, P ഗോവിന്ദൻ, പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്, P ജനാർദ്ദനൻ, കുഞ്ഞിക്കാതിരി, SU റഫീഖ്, AP ബദറുദ്ദീൻ, രഞ്ജിത്ത് K തുടങ്ങിയവർ സംബന്ധിച്ചു. എവറോളിംഗ് ട്രോഫി MLA കപ്പ് അത് മാടായി ബാങ്കാണ് നമുക്ക് നൽകുന്നത്. എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടി തുടർന്നുള്ള വർഷങ്ങളിലും ഒരു വലിയ സെവൻസ് ടൂർണമെൻറ്റ് നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് KSLന് കല്യാശ്ശേരിയിൽ പഴയങ്ങാടിയിൽ തുടക്കം കുറിക്കുന്നത്. ഇത് നമ്മുടെ നാടിൻ്റെ കായിക മേഖല, പ്രത്യേകിച്ച് ഫുട്ബോൾ മേഖലയിലെ താരങ്ങളുടെ ഒരു പ്രത്യേക പരിശീലന പ്ലാറ്റ്ഫോമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൂടി ഇതിനോടൊപ്പം നാം ചേർത്ത് വെക്കുകയാണ്. KSLൻ്റെ വിജയത്തിന് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ഇനിയുള്ള ചെറിയ ദിവസങ്ങൾ കൊണ്ട് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് 22 മുതൽ 25 വരെ സംഘടിപ്പിക്കാൻ നിലവിൽ സംഘാടക സമിതി തീരുമാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാതൃദിനത്തിന്റെ സൗജന്യ ഭക്ഷണവുമായി കരിവള്ളൂർ കുണിയൻ റോഡിലെ ബോംബെ ഹോട്ടൽ. ഈ ദിനത്തിൽ ഇവിടെ എത്തുന്ന അമ്മമാർക്ക് ചായയും ലഘുഭക്ഷണവുമാണ് നൽകുന്നത്. മാതൃദിനത്തിൽ സൗജന്യ ഭക്ഷണവുമായി കരിവള്ളൂർ കുണിയൻ റോഡിലെ ബോംബെ ഹോട്ടൽ. ഈ ദിനത്തിൽ ഇവിടെ എത്തുന്ന അമ്മമാർക്ക് ചായയും ലഘുഭക്ഷണവുമാണ് ഇവർ നൽകുന്നത്. ഹോട്ടലിൽ ലഭ്യമായ ഏത് ലഘുഭക്ഷണവും നൽകും. മുട്ടയപ്പം, പപ്സ്, കലത്തപ്പം എന്നുവേണ്ട എന്തും ആവശ്യപ്പെടാവുന്നതാണ്. പ്രത്യേകതയുള്ള ദിവസങ്ങളിൽ ഇനിയും ഇത് തുടരാനാണ് താല്പര്യമെന്ന് ഹോട്ടലിന്റെ ഉടമസ്ഥൻ ജസീർ പറയുന്നു. ലോകത്തിലെമ്പാടും ആഘോഷിക്കുന്ന മദേഴ്സ് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ ഈ ഓണക്കുന്നിലെ ബോംബെ ഹോട്ടലിൻ്റെ വകയായിട്ട് നമ്മുടെ ഈ സ്ഥാപനം സന്ദർശിക്കുന്ന എല്ലാ അമ്മമാർക്കും നമ്മൾ ഇന്ന് ചായയും കടിയും ഫ്രീയായി നൽകുകയാണ്. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളാണ് നമ്മുടെ അമ്മ സമൂഹം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. KSKTU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്യൂബൻ ഐക്യദാർഢ്യം പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ക്യൂബയോട് അതുപോലെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, ക്യൂബ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തെക്കുറിച്ച് ഇവിടെ നേരത്തെ പറഞ്ഞു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ മൂക്കിന് താഴെ എന്ന് പറഞ്ഞാൽ ഭൂപടം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം
ക്യൂബ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു മുനമ്പിന് തൊട്ടപ്പുറത്താണ് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ശബ്ദം അമേരിക്ക പുറപ്പെടുവിച്ചാൽ തന്നെ ക്യൂബയിൽ എത്തിച്ചേരും. ഒരു മെമ്പർ ₹1 ക്യൂബിക് എന്ന നിലയിൽ KSKTU സ്വരൂപിച്ച തുക വില്ലേജ് സെക്രട്ടറിമാരിൽ നിന്നും ജില്ലാ സെക്രട്ടറി M ശ്രീധരൻ ഏറ്റുവാങ്ങി. KSKTU നേതാവ് V നാരായണൻ സംസാരിച്ചു. പൊരുതുന്ന ക്യൂബയ്ക്ക് ഐക്യദാർഢ്യം എന്ന പേരിൽ KSKTU പയ്യന്നൂർ ഏരിയ കമ്മിറ്റി കോത്തായിമുക്കിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഏരിയ പ്രസിഡന്റ് T ഗോപാലൻ അധ്യക്ഷനായി. ഏരിയയിലെ 14 വില്ലേജുകളിൽ നിന്നായി നിരവധി കർഷക തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. റിട്ടയർഡ് അധ്യാപിക PV ഹേമലത രചിച്ച വഴിയമ്പലം എന്ന കവിതാ സമാഹാരം പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ പ്രകാശനം ചെയ്തു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി VP സുകുമാരൻ ഏറ്റുവാങ്ങി. കണ്ടോത്ത് റിട്ടയർഡ് അധ്യാപിക PV ഹേമലത രചിച്ച വഴിയമ്പലം എന്ന കവിതാ സമാഹാരം പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ പ്രകാശനം ചെയ്തു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി VP സുകുമാരൻ ഏറ്റുവാങ്ങി. പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി P ഷിജിത്ത് പുസ്തക പരിചയം നടത്തി. K തമ്പാൻ അധ്യക്ഷനായി. K രാജലക്ഷ്മി, N തമ്പാൻ, P കരുണാകരൻ, KV കലേഷ്, KV പ്രീതി എന്നിവർ സംസാരിച്ചു. കണ്ടോത്ത് കിസാൻ വായനശാല വനിതാവേദിയും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കണ്ടോത്ത് യൂണിറ്റും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോത്തായിമുക്ക് ചിന്ത റീഡേഴ്സ് ഫോറത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പിലാത്തറ പെരിയാട്ട് കൃഷ്ണപിള്ള വായനശാല ഗ്രന്ഥാലയത്തിന്റെയും പരിയാരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദന്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. TV ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ പെരിയാട്ട് കൃഷ്ണപിള്ള സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെയും പരിയാരം കണ്ണൂർ ഗവൺമെന്റ് ഡെന്റൽ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ദന്തപരിശോധനയും ചികിത്സാ ക്യാമ്പും സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പരിയാരം ഗവൺമെന്റ് ഡെന്റൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സിറാജ് P ഇസ്മായിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. M കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. M ജിനേഷ്, TV കുഞ്ഞിക്കണ്ണൻ, VV ചന്ദ്രശേഖരൻ മാസ്റ്റർ, ഷഹീൻ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാർ സേവനം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ചേതന യോഗ മാടായി ഏരിയ കമ്മിറ്റി പുറച്ചേരി ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് യോഗ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. M വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. ചേതന യോഗ മാടായി ഏരിയ കമ്മിറ്റി പുറച്ചേരി ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് യോഗ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. M വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. AV രവീന്ദ്രൻ അധ്യക്ഷനായി. KT കൃഷ്ണദാസ്, ഡോക്ടർ വിജയൻ C, KP ഷൈജു എന്നിവർ ക്ലാസ് എടുത്തു. MV രാജീവൻ, M അനിൽകുമാർ, U ഭരതൻ, TV ധനേഷ്, P രജിലേഷ്, KC തമ്പാൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കാളീശ്വരം NSS GPU സ്കൂൾ ആലക്കാട് 7ാം തരം ബാച്ച് സംഗമം സംഘടിപ്പിച്ചു. പ്രശസ്ത കവി മാധവൻ പുറച്ചേരി ഉദ്ഘാടനം ചെയ്തു. കാളീശ്വരം NNS GUP സ്കൂൾ ആലക്കാട് 7ാം തരം 1985-86 ബാച്ചിന്റെ സംഗമം സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി പ്രശസ്ത കവി മാധവൻ പുറച്ചേരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ചെറുട്ട രമേശൻ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് ഗുരുക്കന്മാരെ ഉപഹാരം നൽകി ആദരിച്ചു. AK രാജൻ, T ഗീത ടീച്ചർ, രാധിക തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം. Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyanur. പയ്യന്നൂർ